ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്ന് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് വെറും 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വൈകുന്നേരങ്ങളിൽ ഈസി ആയിട്ട് വെറും 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇതിൽ നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, ഈസിയാണ്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാൻ ദേ ഇവിടെ കുറച്ച് അവൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വെള്ള അവലാണ് എടുത്തിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് അവൽ വേണമെങ്കിലും ഇതിലോട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതാ അവല് നിറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അതായത് നമ്മുടെ ഈ വെള്ളം എല്ലാം ഒന്ന് കളഞ്ഞ് നമുക്ക് എടുത്തുകൊണ്ട് വരാം. അപ്പം ഞാൻ ദാ വെള്ളം എല്ലാം കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അവലെല്ലാം നല്ലോണം ഒന്ന് കുതിർന്ന് കിട്ടണം. അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാമേ. തേങ്ങയ്ക്കൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. തേങ്ങ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അത്രയും നമുക്ക് ആഡ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയാണോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കിവിടെ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ തേങ്ങ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ശർക്കര പൊടിയാണ് കേട്ടോ ആഡ് ചെയ്തിരിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ശർക്കര പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം ഞാൻ ദാ ഇവിടെ കുറച്ച് നെയ്യിൽ നമ്മുടെ കിസ്മിസും കാഷ്യൂനട്ടും കൂടെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ ഇനി നെയ്യിൽ അതും കൂടെ വറുത്തെടുക്കാൻ നിങ്ങൾക്ക് മടിയാണെങ്കിൽ അത് വേണ്ട, വിട്ടേക്കൂ. ഇത്രയും മാത്രം നമ്മുടെ തേങ്ങയും ശർക്കരയും നമ്മുടെ അവലും കൂടെ മാത്രം മിക്സ് ചെയ്താലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഒരു ഫ്ലേവറിന് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു പഴമൊക്കെ അരിഞ്ഞിട്ട് കൊടുത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് വെച്ചിട്ട് നമ്മളൊന്ന് കഴിച്ചു നോക്കൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, നല്ല അടിപൊളി റെസിപ്പിയാണ്. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. വളരെ ക്ഷീണിച്ചിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്നൊന്ന് തയ്യാറാക്കി എടുത്ത് ചെയ്ത് നോക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അവലൊക്കെ ഹെൽത്തി ആണല്ലോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി കിസ്മിസും കാഷ്യൂനട്ടും ഇട്ടില്ലെന്നുണ്ടെങ്കിലും അതിൻ്റെ പുറത്തുകൂടെ കുറച്ച് നെയ്യൊന്ന് ആഡ് ചെയ്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ മക്കൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും കേട്ടോ. വൈകുന്നേരങ്ങളിൽ അവർക്ക് പെട്ടെന്നൊന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഇടയ്ക്കൊക്കെ നമ്മൾ മക്കളൊക്കെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അവർക്ക് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കുറിക്കാനൊക്കെ വേണമല്ലോ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കല്ല.